19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വിചാര വിപ്ലവത്തിന് ആരംഭം കുറിച്ചത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ഭരണരംഗത്ത് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്ന നിയമം? ഉത്തരം 1833 ചാർട്ടർ നിയമം. ഗവർണർ ജനറലിന്റെ കൗൺസിൽ വിപുലീകരിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമം ഏത് പേരിലായിരുന്നു? ഉത്തരം 1861 ഇന്ത്യൻ കൗൺസിൽ നിയമം. ആര്യ സമാജാംഗങ്ങളുടെ വേദപുസ്തകമായി അറിയപ്പെടുന്ന ഗ്രന്ഥം? ഉത്തരം സത്യാർത്ഥ പ്രകാശം. ധനാധികാര വികേന്ദ്രീകരണത്തിനുള്ള ആദ്യപടിയായിരുന്ന പരിഷ്കരണ വ്യവസ്ഥകൾ നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം മേയോ പ്രഭു. 19-ാം നൂറ്റാണ്ടിൽ അമൃത്സറിൽ സ്ഥാപിതമായ കോളേജിന്റെ പേര് എന്താണ്? ഉത്തരം ഖൽസ കോളേജ്. സ്വാമി വിവേകാനന്ദൻ പ്രസിദ്ധീകരിച്ച ദ്വൈവാരിക ഏതാണ്? ഉത്തരം ഉദ്ബോധന. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ചന്ദ്രഗിരി രാജാവിൽ നിന്ന് 1639 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയ്ക്ക് വാങ്ങിയ പ്രദേശം ഏതു പേരിലാണ് പിന്നീട് പ്രസിദ്ധമായത്? ഉത്തരം മദ്രാസ്. ഇംഗ്ലീഷുകാർ 1641 മദ്രാസിൽ നിർമ്മിച്ച കോട്ട ഏതായിരുന്നു? ഉത്തരം സെന്റ് ജോർജ് കോട്ട. ഇംഗ്ലീഷുകാർ ഫോർട്ട് വില്യം നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശം ഏതാണ്? ഉത്തരം ബോംബെ ദ്വീപ്. 1824 ഒന്നാം ബർമ യുദ്ധത്തിൽ ബർമൻ സൈന്യം ഇംഗ്ലീഷ് സേനയെ പരാജയപ്പെടുത്തിയത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം ചിറ്റഗോങ്ങിന് സമീപത്തുള്ള റേമു എന്ന സ്ഥലത്ത് വെച്ച്. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ പേർഷ്യയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത സ്ഥലം? ഉത്തരം പൂനെ. 1775 പൂനെയിലുണ്ടായ പേർഷ്യ തർക്കത്തെ തുടർന്ന് ഉണ്ടായ യുദ്ധം ഏതായിരുന്നു? ഉത്തരം ഒന്നാം മറാത്ത യുദ്ധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി, ജമാഅത്ത് എന്നിവയുടെ സംയുക്ത യോഗം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം അമൃത്സർ. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ്. ഖിലാഫത്ത് മാനിഫെസ്റ്റോയും അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഭരണഘടനയും അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1920 ഫെബ്രുവരി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജാൻ മുഹമ്മദ് ചോട്ടാനി. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. നേതാജിയുടെ രാഷ്ട്രീയ ഗുരുവായ CR ദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് എപ്പോഴാണ്? ഉത്തരം 1922 അമൃത്സർ സമ്മേളനത്തിൽ. സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം സാൻ ഫ്രാൻസിസ്കോ. ചിക്കാഗോയിലെ ഏത് ഹാളിൽ വെച്ചാണ് ലോക മത സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്? ഉത്തരം ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൊളംബസ് ഹാൾ. തിലകനും ഗോഖലെയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം
1907 സൂററ്റ് സമ്മേളനത്തിൽ. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുവാൻ ഖിലാഫത്ത് കമ്മിറ്റി തീരുമാനിച്ച ദിനം എന്നായിരുന്നു? ഉത്തരം 1920 ഓഗസ്റ്റ് 1. കേരളത്തിലെ ഏത് സ്ഥലത്തെയാണ് പറങ്കികൾ ദയാംബേർ എന്ന് വിളിച്ചത്? ഉത്തരം ഉദയംപേരൂർ. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1916. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ട വൈസ്രോയി ആരാണ്? ഉത്തരം ഇർവിൻ പ്രഭു. ഡച്ച് സേനാ നായകനായ ഡിലനോയി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ട. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായത് ഏത് രാജ്യത്ത് വെച്ചുണ്ടായ വിമാന അപകടത്തിലാണ്? ഉത്തരം ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കന്യാകുമാരി കണക്കെടുപ്പ് മേയോ പ്രഭു സംഘടിപ്പിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1871. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയമായ മിൻമാൻ സ്കൂള് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം കൊൽക്കത്തയിലെ ഭവാനിപൂർ. ഏത് വർഷമാണ് മിൻമാൻ സ്കൂള് സ്ഥാപിച്ചത്? ഉത്തരം 1800. ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മാധ്യമത്തിലായിരിക്കണമെന്ന് ശുപാർശ ചെയ്തത് ആരാണ്? ഉത്തരം ലോർഡ് മെക്കാളെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ബദറുദ്ദീൻ ത്യാബ്ജി. വാഗൺ ട്രാജഡി നടന്നത് എന്നായിരുന്നു? ഉത്തരം 1921 നവംബർ 20. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ചന്ദ്രശേഖർ ആസാദ്. 1922 നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനു ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിന് എതിരെ തിരിച്ചടിക്കുവാൻ കോൺഗ്രസിന് ലഭിച്ച ഒരു സുവർണ അവസരം ഏതായിരുന്നു? ഉത്തരം സൈമൺ കമ്മീഷൻ. എവിടെ വെച്ചായിരുന്നു ചന്ദ്രശേഖരൻ ആസാദ് പോലീസുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടത്? ഉത്തരം അലഹബാദിലെ ആസാദ് പാർക്ക്. ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് സി രാജഗോപാലാചാരി അറസ്റ്റ് വരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം വേദാരണ്യം. ഏത് ഉടമ്പടി പ്രകാരമാണ് ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്നതിനു പകരം അവർക്ക് വേണ്ടി സംവരണ സീറ്റുകൾ ഏർപ്പെടുത്തിയത്? ഉത്തരം പൂന ഉടമ്പടി. കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ച് മരണം വരെ ഉപവസിക്കുവാൻ തീരുമാനിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിജി. 1858 ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എവിടേക്കായിരുന്നു? ഉത്തരം റംഗൂൺ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം റാംസെ മാക്ഡൊണാൾഡ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ അനുയായികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഷർട്ട് വോളണ്ടിയർമാർ. ഏത് നിർദ്ദേശമാണ് മുസ്ലിങ്ങളുടെ താൽപര്യത്തിന് എതിരാണെന്ന് ജിന്ന പ്രഖ്യാപിച്ചത്? ഉത്തരം സപ്രോ നിർദ്ദേശം. ക്ലെമൻ അറ്റ്ലി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം വാർ ക്യാബിനറ്റ്. വാർ ക്യാബിനറ്റ് സമർപ്പിക്കപ്പെട്ട വർഷം? ഉത്തരം 1942 ഫെബ്രുവരി 2. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഉത്തരം 1928 കൊൽക്കത്ത സമ്മേളനം.
1933 മാർച്ച് 31 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ശ്രീമതി നെല്ലി സെൻഗുപ്ത. 1940 ഓഗസ്റ്റ് പ്രഖ്യാപനത്തിന് എതിരെയുള്ള ഏത് നീക്കത്തെയും എതിർക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയിൽ സിവിൽ മാരേജ് ആക്ട് പാസാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഉത്തരം നോർത്ത് ബ്രൂക്ക് പ്രഭു.